ഹേ ഗൈസ് വെൽക്കം ബാക്ക് 75 ഡേയ്സ് ഹാർഡ് ചാലഞ്ച് ഡേ 9. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ട്രൈസെപ്സിനാണ്. ഇന്ന് നമ്മൾ 100 റെപ്പ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രീ വർക്കൗട്ട് മീലായിട്ട് നല്ല ചൂട് പുട്ടും നല്ല ചൂട് ബീഫും ആണ്. എന്നിട്ടൊരു പിടുത്തം കൊണ്ട് പിടിച്ചോണ്ടല്ലോ സ്വർഗം. അതിനുശേഷം നമ്മൾ പ്രീ എടുത്ത് വാം ചെയ്ത് ട്രൈസെപ്സിന് വേണ്ടി നമ്മൾ ആദ്യം കളിക്കുന്ന വർക്കൗട്ട് കേബിൾ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ 5 സെറ്റ് വെച്ചിട്ട് 100 റെപ്പാണ് നമ്മൾ ഇത് ചെയ്തത്. ട്രൈസെപ്സിന് കളിക്കുന്ന രണ്ടാമത്തെ വർക്കൗട്ടാണ് കേബിൾ പുഷ് ഡൗൺ. നമ്മൾ സ്ട്രേറ്റ് ബാർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇത് 100 റെപ്പ് വെച്ച് ചെയ്തു. ട്രൈസെപ്സിന് കളിക്കുന്ന മൂന്നാമത്തെ വർക്കൗട്ടാണ് റിവേഴ്സ് ഗ്രിപ്പ് കേബിൾ പുഷ് ഡൗൺ. ഇത് നമ്മൾ 100 റെപ്പ് വെച്ച് ചെയ്തു. ട്രൈസെപ്സിന് കളിക്കുന്ന ലാസ്റ്റ് വർക്കൗട്ടാണ് മെഷീൻ ഡിപ്സ്. ഇത് നമ്മൾ 100 റെപ്പ് വെച്ച് ചെയ്തു. ഇതോടെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. കഴിഞ്ഞ സൺഡേ നമ്മൾ ലുലുവിന് വാങ്ങിയ ബീഫ് സ്റ്റേക്ക് ഉണ്ട്. ഇന്ന് നമ്മൾ അത് കുക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഈ സ്റ്റേക്കിന്റെ പീസ് നല്ലോണം കഴുകി വൃത്തിയാക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ വരയാം, ക്രോസ് ആയിട്ട് വരയാം. ഞാൻ വരഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഉപയോഗിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പറിന്റെ പൗഡറും മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പാൻ വെച്ച് അതിനകത്ത് വന്ന് ബട്ടറാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ബട്ടർ മെൽറ്റ് ആയതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേക്കിന്റെ പീസ് ആഡ് ചെയ്യാണ്. പിന്നെ അതിന് വേണ്ടി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലെമണിൻ്റെ പീസ് ആഡ് ചെയ്യണമെങ്കിൽ ലെമണും എന്ത് ചെയ്യുക അതിലേക്ക് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ കുക്ക് ചെയ്തത് ഒരു സൈഡ് 6 മിനിറ്റും പിന്നെ മറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു 6 മിനിറ്റ് ചെയ്ത് അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ബീഫ് സ്റ്റേക്ക് ഈസ് റെഡി. എൻഡ് ഓഫ് ഡേ 9.